ഒരു ക്വസ്റ്റ്യൻ ആണ്. 2 independent random samples each of size 10 from 2 independent normal distributions n mu1 comma sigma and n mu2 comma sigma yield x1 bar is equal to 4.8, x2 bar is equal to 5.6, s1 square is equal to 8.6 and s2 square is equal to 7.9. Find the 95% confidence interval for mu1 minus mu2. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ തന്നു കഴിഞ്ഞാൽ നമുക്ക് 5 കേസുകളിലാണ് നമ്മൾ mu1 മൈനസ് mu2, അതായത് ഡിഫറൻസ് ഓഫ് 2 പോപ്പുലേഷൻ മീൻ, അവർക്കുള്ള ഇന്റർവൽ എസ്റ്റിമേറ്റ് നമ്മൾ എഴുതിയിട്ടുണ്ടായിരുന്നു. അതിൽ ഓരോ കേസിലും ഓരോ കണ്ടീഷൻസ് ആയിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് ഗിവൺ ഡാറ്റ എന്ന് നോക്കിയിട്ട് ഇത് ഏത് കേസിലാണ് വരുന്നത് എന്നാണ് ആദ്യം ഐഡന്റിഫൈ ചെയ്യേണ്ടത്. അതിനനുസരിച്ചിട്ട് നമ്മൾ അതിന്റെ കോൺഫിഡൻസ് ഇന്റർവൽ എഴുതും. അപ്പോൾ ഇവിടെ നോക്കുമ്പം ഇവിടുത്തെ സാമ്പിൾ സൈസുകൾ ആദ്യം നോക്കാം. n1 is equal to 10 and n2 is equal to 10. രണ്ട് സാമ്പിൾ സൈസുകളും 10 ആണ്. സൈസ് 10ലുള്ള സാമ്പിൾ സൈസാണ് തന്നിരിക്കുന്നത്. അപ്പം അത് സ്മോൾ ആയിട്ടുള്ള സാമ്പിൾ സൈസാണ്. അപ്പോൾ സ്മോൾ സാമ്പിൾസ് ആണ് വന്നിരിക്കുന്നത്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് പോപ്പുലേഷന്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ തന്നിട്ടുണ്ടോ? ഇല്ല. കാരണം സാമ്പിളിന്റെ വേരിയൻസുകളാണ് കിടക്കുന്നത്. ദാറ്റ് മീൻസ് sigma1 sigma2 ആർ അൺനോൺ. sigma1ഉം sigma2ഉം അൺനോൺ ആണ് അല്ലേ. പക്ഷെ നമുക്ക് അവർ തുല്യവുമാണ്, ഇവിടെ സിഗ്മയാണ് രണ്ടും അല്ലേ. അപ്പൊ അങ്ങനത്തെ കേസിലാണ് ശരിക്കും നമ്മൾ ടി ഡിസ്ട്രിബ്യൂഷന്റെ, അതായത് കേസ് 3 ആണ് നമ്മളിവിടെ ഉപയോഗിക്കാൻ പോകുന്നത്. ടി ഡിസ്ട്രിബ്യൂഷൻ വരുന്ന, സ്റ്റുഡൻസ് ടി ഡിസ്ട്രിബ്യൂഷൻ വരുന്ന ഒരൊറ്റ കേസേ നമുക്കുള്ളൂ. അതാണ് നമ്മളിവിടെ ഉപയോഗിക്കാൻ പോകുന്നത്. കാരണം എന്താ? സാമ്പിൾ സൈസ് സ്മോൾ, sigma1 and sigma2 ആർ അൺനോൺ ആൻഡ് പോപ്പുലേഷൻ ഇസ് നോർമൽ. അപ്പൊ ഈ കേസിൽ നമ്മൾ കേസ് 3 ആണ് നമ്മളിവിടെ ഉപയോഗിക്കാൻ പോകുന്നത്, ടി ഡിസ്ട്രിബ്യൂഷൻ വരുന്നത്. അപ്പൊ എന്തായിരുന്നു ടി ഡിസ്ട്രിബ്യൂഷൻ വരുന്ന 95% കോൺഫിഡൻസ് ഇന്റർവൽ അല്ലേ. അപ്പൊ അതിപ്പോ ചിലപ്പോൾ നമുക്ക് പെട്ടെന്ന് കാണാതെ ഓർമ്മയില്ലെങ്കിൽ കൂടി നമുക്ക് അങ്ങനത്തെ ഒരു കോൺഫിഡൻസ് ഇന്റർവൽ എഴുതാനുള്ള ഒരു പാറ്റേൺ നമുക്കറിയാം. ആദ്യം നമ്മൾ പോയിന്റ് എസ്റ്റിമേറ്റ് എഴുതണം, പിന്നെ മൈനസും പ്ലസും മാറ്റിയിട്ട് അല്ലെ, പ്ലസും മൈനസും മാറ്റിയിട്ട് എഴുതണം. പിന്നെ ഇവിടെ ഒരു ടേബിൾ വാല്യൂ നമ്മൾ എഴുതണം ഇൻറ്റു സ്റ്റാൻഡേർഡ് ഇറർ. ഈ പാറ്റേൺ ആണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത്. അപ്പോൾ ഓർക്കേണ്ടത് mu1 മൈനസ് mu2 ആണ്. പോപ്പുലേഷന്റെ മീനുകളുടെ ഡിഫറൻസ് ആണ് വേണ്ടതെങ്കിൽ അതിന്റെ പോയിന്റ് എസ്റ്റിമേറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? സാമ്പിൾ മീനുകളുടെ ഡിഫറൻസ് ആണ് വേണ്ടത്. അതാദ്യം എഴുതി. പിന്നെ ആദ്യം നമ്മൾ മൈനസ് ആണ് ഇടാൻ പോകുന്നത് അല്ലെ. മൈനസ് ടേബിൾ വാല്യൂ. ഇവിടെ ടേബിൾ വാല്യൂ എന്ന് പറഞ്ഞാൽ ടി ഡിസ്ട്രിബ്യൂഷൻ ആണ് അല്ലെ. അപ്പൊ ടി ഡിസ്ട്രിബ്യൂഷൻ ആണെന്ന് നമുക്ക് ടേബിൾ വാല്യൂ നമ്മുടെ ടേബിൾ നോക്കിയിട്ട് തന്നെ കണ്ടുപിടിക്കണം. അപ്പൊ നമുക്ക് ടി α/2 എന്ന് അവിടെ എഴുതി വെക്കാം. ആ വാല്യൂ നമുക്ക് കണ്ടുപിടിച്ചിട്ട് എഴുതാം. ആൻഡ് നമുക്ക് പിന്നെ വേണ്ടത് ഇൻറ്റു സ്റ്റാൻഡേർഡ് എറർ. ഇവിടെ ആ സ്റ്റാൻഡേർഡ് എററാണ് കുറച്ച് വലിയൊരാളായിട്ട് വരുന്നത്. ദറ്റ് ഈസ് n1 s1 സ്ക്വയർ പ്ലസ് n2 s2 സ്ക്വയർ ഡിവൈഡഡ് ബൈ n1 പ്ലസ് n2 മൈനസ് 2 ഇൻറ്റു 1/n1 പ്ലസ് 1/n2. ഇതാണ് ഒന്ന് ഓർക്കേണ്ട ഒരു കാര്യം. കോമ ഇന്റർവൽ എസ്റ്റിമേറ്റിന്റെ അടുത്ത പിന്നെ അതിന്റെ അടുത്ത അപ്പർ ലിമിറ്റ് എന്ന് പറയുന്നത് x1 ബാർ മൈനസ് x2 ബാർ പ്ലസ് 1 അല്ലെ. എന്നിട്ട് നമ്മളെ ടേബിൾ വാല്യൂ നമ്മൾ എഴുതി ദാറ്റ് ഈസ് ടി α/2 ഇൻറ്റു റൂട്ട് ഓഫ് n1 s1 സ്ക്വയർ പ്ലസ് n2 s2 സ്ക്വയർ ഡിവൈഡഡ് ബൈ n1 പ്ലസ് n2 മൈനസ് 2 ഇൻറ്റു 1/n1 പ്ലസ് 1/n2. ഇതാണ് നമ്മളുടെ 95% കോൺഫിഡൻസ് ഇന്റർവൽ ഫോർ mu1 മൈനസ് mu2. ഇതിലുള്ള എല്ലാ കാര്യങ്ങളും ഇവിടെ ഗിവൺ ആണ്. x1 ബാർ ഉണ്ട്, x2 ബാർ ഉണ്ട്, s1 സ്ക്വയർ, s2 സ്ക്വയർ, n1 n2. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ട ഒരാൾ മാത്രമേ ഉള്ളൂ, ടേബിൾ വാല്യൂ. അതായത് നമ്മൾ ടേബിൾ നോക്കിയിട്ട് കണ്ടുപിടിക്കണം. എങ്ങനെയാണ് ടി ആൽഫ കണ്ടുപിടിക്കുക നമ്മൾ പറഞ്ഞത്? ടി ആൽഫ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നോക്കേണ്ടത് 2 tailed ആയിട്ടുള്ള ടി ടേബിൾസ് ആണ്. 2 tailed ടി ടേബിൾസ് ആണ് നമ്മൾ നോക്കേണ്ടത്. 2 tailed ടി ടേബിൾസ് നോക്കണമെങ്കിൽ നമുക്ക് ഡിഗ്രീസ് ഓഫ് ഫ്രീഡവും നോക്കണം, ആൽഫ പ്രോബബിലിറ്റി ആൽഫയും നോക്കണം അല്ലെ. അപ്പോൾ ഇവിടെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്ന് പറയുന്നത്, നോക്കേണ്ട ഡിഗ്രി ഓഫ് ഫ്രീഡം എന്ന് പറയുന്നത് n1 പ്ലസ് n2 മൈനസ് 2 ഡിഗ്രി ഓഫ് ഫ്രീഡം ആണ്. അപ്പൊ ഈ കേസിൽ അതെന്താണ്? n1 10 ആണ്, n2 10 ആണ്, -2. അതായത് 18 ഡിഗ്രീസ് ഓഫ് ഫ്രീഡത്തിലാണ് നമ്മൾ നോക്കേണ്ടത്. ആൻഡ് ഒരു പ്രോബബിലിറ്റി ആൽഫ കൂടി നമുക്ക് അവിടെ നോക്കണം. ആൽഫ എന്ന് പറയുന്നത് 95%-ന് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന ആൽഫ ഞാൻ പറഞ്ഞിട്ടുണ്ട് 0.05 ആണ്. ഇപ്പൊ 98% ആയിരുന്നുവെങ്കിൽ ആൽഫ 0.02 ആയിരിക്കും. മനസ്സിലായില്ലേ? അതുമാതിരി 99% ആണെച്ചാൽ ആൽഫ വിൽ ബി 0.01. അപ്പൊ ഇപ്പൊ നമുക്ക് നോക്കേണ്ടത് എന്താണ്?
ടേബിൾസ് നോക്കണം. ടി ടേബിൾസ് എങ്ങനത്തെ ടി ടേബിൾസ് ആണ്? 2 തരത്തിലുണ്ടാവും ടി ടേബിൾസിൽ, 1 tailed 2 tailed. അപ്പൊ നമുക്ക് നോക്കേണ്ടത് 2 tailed ആണ്. 18 degrees ഓഫ് ഫ്രീഡത്തിലും ആൽഫ 0.05 നമുക്ക് നോക്കാം. എന്നിട്ട് നമുക്ക് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ കണ്ടുപിടിക്കാനാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ നമ്മളിവിടെ ടി ടേബിൾസ് ഉണ്ട്. അപ്പോൾ അത് നോക്കൂ, ഇവിടെ 2 tailed എന്ന് പറയുന്ന ടി ടേബിൾസ് കാണുന്നില്ലേ? അപ്പോൾ അതിലാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അവിടെ ആൽഫയാണ് ഇവിടെ തന്നിരിക്കുന്നത്. ആൽഫ നമ്മൾ നോക്കാൻ പോകുന്നത് 0.05 എന്ന് പറയുന്ന ആൽഫ അല്ലേ. അതിൽ ഡിഗ്രി ഓഫ് ഫ്രീഡം ഇവിടെ നമ്മൾ നോക്കുന്നത് 18 ഡിഗ്രി ഓഫ് ഫ്രീഡം ആണ്. അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന വാല്യൂ ഏതാണ്? ടേബിൾ വാല്യൂ ഈസ് 2.101. അപ്പോൾ ഇതാണ് നമ്മളെ ടേബിൾ വാല്യൂ. അപ്പോൾ ഇതാണ് നമ്മളവിടെ കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ ടേബിൾ വാല്യൂ ആണ് ഇവിടെ നമുക്ക് കൊടുക്കേണ്ടത്. അപ്പോൾ ടി ആൽഫ ബൈ 2 ഈസ് ഒബ്റ്റെയിൻഡ് ആസ് ഫ്രം 2 tailed tables. This is equal to 2.101. അപ്പോൾ നമുക്ക് ഈ ഇന്റർവെൽ എസ്റ്റിമേറ്റിലുള്ള എല്ലാ ആളുകളും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എഴുതാൻ പോവുകയാണ്. therefore 95% കോൺഫിഡൻസ് ഇന്റർവെൽ ഫോർ mu1 minus mu2 is വാല്യൂസ് കൊടുക്കുകയാണ്. x1 bar minus x2 bar, അതായത് 4.8 minus 5.6 പ്ലസ് ഓർ മൈനസ് അല്ലേ. അപ്പോൾ ആദ്യം നമ്മൾ മൈനസ് ആദ്യം നമ്മൾ കൊടുക്കുന്നു. ഇനി നമുക്ക് ടേബിൾ വാല്യൂ ആണ് കൊടുക്കേണ്ടത്, വിച്ച് ഇസ് ഒബ്റ്റെയിൻഡ് ആസ് 2.101 ഇൻറ്റു റൂട്ട് ഓഫ് n1 s1 square. n1 into s1 square is 8.6 plus n2 into s2 square, which is 7.9 divided by n1 plus n2 minus 2 into 1 by n1 plus 1 by n2. അപ്പോൾ അതിൻ്റെ വാല്യൂസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അത് ഫസ്റ്റ് അതിൻ്റെ ലോവർ ലിമിറ്റ് ആയിട്ട് വരിക ഇൻ്റർവെലിൻ്റെ, കോമ അപ്പർ ലിമിറ്റ് എന്ന് പറഞ്ഞാൽ ഏതാ വരിക? 4.8 x1 bar minus x2 bar plus ടേബിൾ വാല്യൂ 2.101 ഇൻറ്റു റൂട്ട് ഓഫ് ഇതേ കാര്യങ്ങൾ തന്നെ 10 into 8.6 n1 s1 square plus 10 into 7.9 n2 s2 square divided by n1 plus n2 minus 2 into 1 by n1, 1 by 10 into 1 by 10. ഇതാണ് നമുക്ക് ചെയ്യേണ്ടത് അല്ലേ. ദാറ്റ് ഈസ് ഈക്വൽ ടു നമുക്ക് 4.8 മൈനസ് 5.6, അപ്പോൾ നമുക്ക് കിട്ടുന്ന മൈനസ് 0.8 ആണ്, മൈനസ് 2.101 ഇൻറ്റു ഇതിനിപ്പോൾ സിംപ്ലിഫൈ ചെയ്യുമ്പം റൂട്ട് ഓഫ് 165 ഡിവൈഡഡ് ബൈ 90 എന്ന് വരുന്നുണ്ട്, കോമ മൈനസ് 0.8 പ്ലസ് 2.101 ഇൻറ്റു റൂട്ട് ഓഫ് 165 divided by 90. And on simplification നമുക്ക് കിട്ടാൻ പോകുന്ന ഫൈനൽ ആൻസർ മൈനസ് 3.645, 2.045. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഇൻ്റർവെൽ എസ്റ്റിമേറ്റ് കണ്ടുപിടിക്കുന്നത് mu1 മൈനസ് mu2. അപ്പോൾ ഗിവൺ എന്തൊക്കെ ഗിവൺ ആയിട്ടുള്ള ഡാറ്റ ഉണ്ട് അതിൻ്റെ ബേസിസിലാണ് ഏത് ഇൻ്റർവെൽ എസ്റ്റിമേറ്റ് ഉപയോഗിക്കണമെന്ന് നമ്മൾ തീരുമാനിക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ കണ്ടീഷൻ നോക്കിയപ്പോൾ ഇവിടെ മാച്ച് ആയിട്ടുണ്ടായിരുന്ന ടി വരുന്നതായിരുന്നു. അപ്പോൾ ഇതുമാതിരി ഏതൊരു ക്വസ്റ്റ്യൻ കണ്ടാലും ഇപ്പം ഏതാണ് σ1 σ2 തന്നിട്ടുണ്ടോ, n1 n2 ലാർജ് ആണോ, അതൊക്കെ നോക്കിയ ശേഷം ബാക്കി എല്ലാ കേസിലും നോർമൽ ആണ്.